ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു എഗ്ലെസ് മയോണൈസ് റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെറും 20 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് എഗ്ഗിന് പകരം പാലാണ്. പിന്നെ പാലിൻ്റെ ഇരട്ടി അളവ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. തണുത്ത പാലോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള പാലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലിൻ്റെ ഇരട്ടി അളവിലായിരിക്കണം സൺഫ്ലവർ ഓയിൽ. പിന്നെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്ന പാല് സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ 6 ടേബിൾ സ്പൂണാണ്. അതിൻ്റെ ഇരട്ടി അളവിന്, അതായത് 12 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടതാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് 1 അല്ലി വെളുത്തുള്ളിയുടെ പകുതി ചേർത്താലും മതി. ഇനി അടുത്തത് കടുക് പൊടിച്ചത് ഒരു പിഞ്ചിട്ടാൽ മതി. ഇനി കടുകിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ, അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര്. ഞാനിപ്പോൾ ഇവിടെ വിനീഗറാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ വരെ ഇടാം. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പീഡിലോ സെക്കൻഡ് സ്പീഡിലോ ഏത് സ്പീഡിൽ വേണമെങ്കിലും ഇട്ടിട്ട് അടിക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. മാക്സിമം ഒരു 10 സെക്കൻഡ്, അതിനുള്ളിൽ തന്നെ ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് സ്പീഡിലാണ് അടിക്കാൻ പോകുന്നത്. ഏതാണ്ട് 8 സെക്കൻഡോളം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ മുഴുവനും ഒരുമിച്ച് ഒഴിക്കേണ്ട, പകുതിയായിട്ട് ഒഴിച്ചാൽ മതി. അതായത് ആദ്യത്തെ 6 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ മയണൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ ഈ മിക്സിയിൽ പൾസ് ബട്ടൺ ഉണ്ട്, യെല്ലോ ബട്ടൺ, അത് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. ഇനി ഈ ടൈപ്പ് മിക്സി അല്ല, അതിൻ്റെ നോബ് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പാണെങ്കിൽ ബാക്ക് സൈഡേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ളതുണ്ടായിരിക്കും. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇതിലെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ പൾസ് ബട്ടൺ ജസ്റ്റ് 1 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 4-5 പ്രാവശ്യം, 4-5 സെക്കൻഡ് മാത്രം നമ്മളിതൊന്ന് ആദ്യം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഓരോ തവണയും പൾസ് ബട്ടൺ പ്രസ് ചെയ്യുക, കൈ വിടുക. അങ്ങനെ ഒരു 4-5 തവണ നമുക്ക് ചെയ്യാം. ഇപ്പോൾ 5 സെക്കൻഡ് ഞാനിവിടെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ബാക്കി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ മെത്തേഡിൽ തന്നെ ഒരു 4-5 സെക്കൻഡ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മയണൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മയണൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.